Hi my dear friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP Talksലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പ്രിൻസിപ്പാൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ KS നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ KS പഠനം എങ്ങനെ പ്ലാൻ ചെയ്യാം, എങ്ങനെയാണ് സ്ട്രീം 1, 2, 3 ഒക്കെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എങ്ങനെയാണ് പ്ലാനിങ് തയ്യാറാക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആവുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പല ആളുകൾക്കുമുള്ള എന്നോട് പല ആളുകളും പേഴ്സണലായിട്ട് ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സുകൾ ചോദിക്കും. അതാണ് ഞാൻ പലപ്പോഴും വീഡിയോ ആക്കി മാറ്റാറ്. ഓക്കെ, അപ്പം KASുമായി ബന്ധപ്പെട്ടും മറ്റുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മുടെ ഒരു ഫ്രീ ക്ലാസ് നമ്മൾ എന്ത് ചെയ്തിട്ട് KAS നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഫ്രീ ക്ലാസ്, ലൈവായിട്ട് ഫ്രീ ക്ലാസ് ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ലൈവായിട്ട് ഇപ്പോൾ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ആ ഫ്രീ ക്ലാസ് കണ്ടുകൊണ്ട് തന്നെ പഠിക്കാവുന്നതാണ്. അപ്പൊ അതിന്റെ എന്നാണ് ക്ലാസ് തുടങ്ങുന്നതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിലൂടെ തന്നെ ആയിരിക്കും പറയുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ക്ലാസ്, ഫ്രീ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവുന്നത് എങ്ങനെയാന്നുള്ളത് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. അതിൽ ഒരു മെറ്റീരിയൽ അവൈലബിൾ ആവുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനൽ. ഞാൻ ഒരുപാട് മെറ്റീരിയൽസ് നമ്മുടെ ക്ലാസ്സിൽ, പെയ്ഡ് ക്ലാസ്സിൽ കൊടുക്കുന്ന ഒരുപാട് മെറ്റീരിയൽസും കാര്യങ്ങളും മറ്റുള്ള നമ്മൾ അവൈലബിൾ ആവുന്ന ബുക്കുകൾ, നമ്മൾ നിർബന്ധമായിട്ടും വായിക്കേണ്ട പല ബുക്കുകൾ ഞാൻ ലിസ്റ്റ് തന്നെ പറയാറുണ്ട്. NCERT ആയാലും SCERT ആയാലും മറ്റുള്ള സ്റ്റാൻഡേർഡ് ബുക്കുകൾ, അതൊക്കെ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ആ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാം. ഇനി അഥവാ ലിങ്കിലൂടെ ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടാം. അപ്പൊ അതിലൂടെ ഞാൻ എന്ത് ചെയ്യും, ആ ലിങ്ക് ഒന്ന് റീസെൻഡ് ചെയ്ത് തരാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ക്ലാസ്സുകൾ അവൈലബിൾ ആവുന്നു, മെറ്റീരിയൽസ് അവൈലബിൾ ആവുന്നു. ക്ലാസ്സുകൾ ചാനലിലൂടെയും മെറ്റീരിയൽസ് ഗ്രൂപ്പിലൂടെയും അവൈലബിൾ ആവും. ഈ ഇവിടെ എടുക്കുന്ന ക്ലാസ്സിന്റെ ലിങ്ക് ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്യും. അതായത് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ക്ലാസ് കാണാൻ പറ്റില്ല, ലൈവായിട്ട് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല എങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ് മിസ്സാവാതെ ടെലിഗ്രാം ചാനലിലൂടെ കാണാവുന്നതാണ്. ഓക്കെ, ഇനി അതെല്ലാം ഒക്കെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി വളരെ കുറഞ്ഞ ഫീസിൽ നമ്മുടെ ചില പ്രോഗ്രാം നടക്കുന്നുണ്ട്. ക്രാഷ് കോഴ്സ്, ഏറ്റവും വളരെ കുറഞ്ഞ ഫീസിൽ ക്രാഷ് കോഴ്സ് ഉണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് NCERT മുതൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ പ്ലസ് PCയും വേണമെന്നുണ്ടെങ്കിൽ അതും കുറഞ്ഞ ഫീസിൽ, മറ്റുള്ള ഇവിടെ അവൈലബിൾ ആണെങ്കിലും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാം അവൈലബിൾ ആവുന്ന ഒരുപാട് ലൈവായിട്ടും റെക്കോർഡിങ്സും മെറ്റീരിയൽസും ടെസ്റ്റുകളും എല്ലാം അടങ്ങുന്ന ഇൻഡിവിജ്വൽ മെന്ററിംഗ് അടങ്ങുന്ന പ്രോഗ്രാമുകളുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയണം, നിങ്ങൾക്ക് അത് നന്നാവും തോന്നുകയാണെങ്കിൽ ജോയിൻ ചെയ്യണം താല്പര്യമുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാൻ വേണ്ട നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ നമ്മുടെ KS നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന നവംബർ 1-ാം തീയതി കൂടിയാണ് നോട്ടിഫിക്കേഷൻ ഉണ്ടാവാന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഇതുവരെ അറിഞ്ഞിട്ടുള്ളത്. എങ്കിൽ നമുക്കൊരു നവംബർ ഫസ്റ്റ് വീക്ക്, ഈ വർഷം എക്സാം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, നവംബർ ഫസ്റ്റ് വീക്കോട് കൂടി തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളുടെ ഗ്രൂപ്പിലൂടെയും ചാനലിലൂടെ അത് ചെയ്യും. ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് നോട്ടിഫിക്കേഷൻ നല്ല രൂപത്തിൽ എന്ത് ചെയ്യുക, വായിക്കുക, മനസ്സിലാക്കുക, പ്ലസ് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്ത് പഠിക്കണം എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ്. അതിന്റെ ബേസിൽ പ്ലാനിങ് ഉണ്ടാക്കാനാണ് ഏറ്റവും നല്ലത്. അപ്പൊ എങ്ങനെ പ്ലാനിങ് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ, ഒന്ന് നോട്ടിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര മാസം നമ്മുടെ മുന്നിൽ എക്സാമിലോട്ട് ഉണ്ട്, പ്രിലിംസിലോട്ട് എത്ര ഉണ്ട്, മെയിൻസിലോട്ട് എത്ര ഉണ്ട്, വ്യക്തമായ ഒരു ധാരണ കിട്ടും. അത് പ്രിലിംസിന്റെ മുന്നേ തന്നെ നമുക്ക് ഒരു 6 മാസം അതിൽ കൂടുതലോ കിട്ടുകയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ആ പ്രിലിംസിന് മുന്നേ തന്നെ മെയിൻസും കൂടി കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്ലാനിങ് ഉണ്ടാക്കണം. ഇനി അഥവാ നമുക്ക് പ്രിലിംസിന് മുന്നേ 2-3 മാസം കിട്ടുന്നുള്ളെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും പ്രിലിംസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് പൊതുവെ നന്നായിരിക്കുക. ഓക്കെ, കാരണം മെയിൻസിന് മാത്രം ഫോക്കസ്, മെയിൻസ് കുറച്ച് പഠിക്കണം എങ്കിൽ മെയിൻസിന് കൂടുതൽ ഫോക്കസ് ചെയ്ത് പ്രിലിംസിന് ശേഷം നമുക്ക് ഒരു 3 മാസം ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്ലാനിങ് തയ്യാറാക്കാവുന്നതാണ്. പിന്നെ ഇന്റർവ്യൂവിന്റെ നമുക്ക് മെയിൻസിന്റെ കൂടെയും പ്രിലിംസിന്റെ കൂടെ, അല്ലെ പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, അതിനുവേണ്ടി പഠനം പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പം ഈ 6 മാസം വേണോ 3 മാസം വേണോ എന്നുള്ള നാളത്തെ നോട്ടിഫിക്കേഷൻ, എങ്കിൽ ഈ ഒരു വീക്കിലെ നോട്ടിഫിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ധാരണ കിട്ടും. ഞാൻ അത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു മാസം വെച്ചുകൊണ്ട് ഞാൻ വ്യക്തമായ പ്ലാനിങ്ങിന്റെ മോഡൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തയ്യാറാക്കി തരുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് മോഡലാക്കി എടുത്തുകൊണ്ട് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം ഗ്യാപ്പായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു നവംബറോട് കൂടി നവംബർ മാസം പൂർണ്ണമായിട്ട് കിട്ടും. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയോട് കൂടി എക്സാം ഉണ്ടാവും, അല്ലെങ്കിൽ മാർച്ചോട് കൂടി. 4-5 മാസം, ഒരു 4 മാസം നമ്മൾ മുൻപിൽ കാണുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് ഫസ്റ്റ് മന്ത്, ഒരു 4 മാസത്തെ പ്ലാനിങ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് മന്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ആയിട്ട് എല്ലാ മന്തിലും വായിക്കേണ്ടതാണ് കറണ്ട് അഫയേഴ്സ്. 1 ഇയർ കറണ്ട് അഫയേഴ്സ് നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് വായിച്ചു തീർക്കണം. അപ്പൊ അത് എല്ലാ മാസത്തിലും കൊണ്ടുപോകണം. പ്ലസ് അതുപോലെ തന്നെ ഫസ്റ്റ് മന്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, NCERT SCERT കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഇവിടെ റിവിഷൻ ചെയ്ത്, ഓൾറെഡി വായിച്ചവരാണെങ്കിൽ ഇവിടെ റിവിഷൻ ചെയ്ത്, വായിക്കാത്തവരാണെങ്കിൽ ജിസ്റ്റും കാര്യങ്ങളൊക്കെ, അതായത് ജിസ്റ്റിന്റെ ഒക്കെ PDF ഒക്കെ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, ഷോർട്ട് ആയിട്ടുള്ള NCERT മെറ്റീരിയൽസ് ഒക്കെ, അതൊന്ന് വായിച്ച് തീർക്കണം. മാത്രമല്ല അത് ഫോക്കസ് ചെയ്യുക, പ്ലസ് അതിന് കൂടെ എന്ത് ചെയ്യുക,
മെയിൻസിലെ കുറച്ച് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രധാനപ്പെട്ട ഏരിയാസും ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ ഫസ്റ്റ് മന്തിൽ വായിക്കാം. സെക്കൻഡ് മന്ത് മുതൽ പ്രിലിംസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള എന്ത് ചെയ്യണം, ഈ NCERT SCERT കഴിയാത്തവരത് കംപ്ലീറ്റ് ചെയ്യുക, കഴിഞ്ഞ ആളുകൾ റിവിഷൻ ചെയ്യുക സെക്കൻഡ് മന്തിൽ. പ്ലസ് അതിന്റെ കൂടെ എന്ത് ചെയ്യുക, പ്രിലിംസിനെ ഫോക്കസ് ചെയ്യുന്ന സബ്ജക്ട്സുകൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും വായിച്ച് തീർക്കുക. അപ്പം 2 മാസം കൊണ്ട് കംപ്ലീറ്റ് മാക്സിമം സബ്ജക്റ്റുകൾ തീർക്കണം ഒരു പ്രാവശ്യം. പിന്നെ 2 മാസമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ 2 മാസത്തിന് ഫസ്റ്റ് 3-ാമത്തെ മാസം എന്ത് ചെയ്യുക, മാക്സിമം ടെസ്റ്റുകൾ ചെയ്യാം. ഓക്കെ, റിവിഷൻ പ്ലസ് ടെസ്റ്റ്, മോഡൽ ടെസ്റ്റുകൾ എടുത്ത് ചെയ്യുക. പ്ലസ് അതിന്റെ കൂടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. അത് ഫസ്റ്റ് 2 മാസത്തിന് കൂടെ തന്നെ ചെയ്യാൻ പറ്റിയാൽ വളരെ നന്നായിരിക്കും. പിന്നെ 3-ാമത്തെ മാസം ലാസ്റ്റ് മാസം നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം ടെസ്റ്റുകൾ ചെയ്യുക, റിവിഷൻ ചെയ്യുക എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് വെക്കാൻ നമ്മുടെ ഒരു പ്ലാനിങ് നല്ലത്. പ്ലസ് അതിന്റെ കൂടെ കറണ്ട് അഫയേഴ്സിന് ടെസ്റ്റുകളും കൂടി എന്ത് ചെയ്യാം, ചെയ്ത് നോക്കുക. പിന്നെ മാത്സ്, ഇംഗ്ലീഷ് അതൊക്കെ വേണം, സിലബസ് ബേസ് ചെയ്ത് കംപ്ലീറ്റ് വേണം എന്നുള്ളതാണ്. അപ്പൊ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ പ്ലാനിങ് തന്നെ ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ തയ്യാറാക്കി തരും. എല്ലാ വർഷവും തയ്യാറാക്കുന്ന പോലെ UPSC തയ്യാറാക്കുന്ന പോലെ തയ്യാറാക്കും. അത് പ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോയി നോക്കാം. അതിൽ എത്ര സമയം പഠിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓരോരുത്തരും എത്ര സമയം കിട്ടും നോക്കിയിട്ടാണ്. ഇതിൽ സ്ട്രീം 2 പഠിക്കുന്ന ആളുകളാണെങ്കിൽ അത് കുറച്ച് സമയം പഠിക്കാൻ കുറവായിരിക്കും. കാരണം വർക്ക് ചെയ്യുന്ന ഒരാളുകളായിരിക്കും പലപ്പോഴും. ലീവ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. വർക്കിന്റെ കൂടെ പഠിക്കുകയാണെങ്കിൽ പറ്റുന്നതും NCERT SCERT ഒക്കെ പെട്ടെന്ന് ഷോർട്ട് ആയിട്ടുള്ള നോട്ട്സുകളും കാര്യങ്ങളും വായിച്ച് പെട്ടെന്ന് തീർക്കുന്നതാണ്. സിലബസ് വേഗം കവർ ചെയ്യാനുള്ള ശ്രമമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. അപ്പൊ ഇതാ ഈ രീതിയിൽ ഒരു പ്ലാനിങ് തയ്യാറാക്കി പഠിക്കുന്നതാണ് നല്ലത്. വ്യക്തമായ ഒരു പ്ലാനിങ് വേണം. പ്ലാനിങ്ങോട് കൂടി പഠിച്ചാലേ നമുക്ക് കംപ്ലീറ്റ് നമ്മുടെ സിലബസ് കവർ ചെയ്യാനും ടെസ്റ്റുകൾ ചെയ്യാനും നമുക്ക് എവിടെയൊക്കെയാണ് വീക്ക് ഏരിയാസ് ഉള്ളത് കണ്ടെത്തി അത് കവർ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യുള്ളൂ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വീക്ക് ഏരിയാസ് കണ്ടെത്താൻ വേണ്ടി 2 മാസം കൊണ്ട് തന്നെ പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, 3-ാമത്തെ മാസം കൊണ്ട് കംപ്ലീറ്റ് എന്ത് ചെയ്യാം, ടെസ്റ്റുകളൊന്നും ചെയ്ത് നോക്കണം. അപ്പോഴേ നമുക്ക് ഏതെങ്കിലും ഏരിയ വീക്ക് ഉണ്ടെങ്കിൽ അവസാനത്തെ ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസമോ 2 മാസം നമ്മുടെ മുന്നിൽ ഉണ്ടാവും അത് കവർ അപ്പ് ചെയ്യാനുള്ളത്. ഈ രീതിയിൽ ഒരു പ്ലാനിങ് തയ്യാറാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഇതിന്റെ കൂടെ നമ്മളതൊക്കെ സെൽഫായിട്ട് ചെയ്യുമ്പോൾ പഠനം വേണമെങ്കിൽ സെൽഫായിട്ട് കൊണ്ടുപോകാം. അതും ക്ലാസിന്റെ സഹായത്തോടു കൂടി നല്ലതാണ്. ഫിനാൻഷ്യലൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളുണ്ട് വളരെ കുറഞ്ഞ ഫീസിൽ. ഇനി അതെല്ലാം കംപ്ലീറ്റ് സെൽഫായിട്ട് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ കൂടെ ഒരു മെന്റർഷിപ്പ് നിങ്ങൾക്ക് നല്ലതാണ്. ഒരു മെന്റർ സഹായത്തോടു കൂടി പഠനം നമ്മൾ വ്യക്തമായ ട്രാക്കിലൂടെ പോകുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുന്ന എപ്പോഴും എന്തായിരിക്കും നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കൂടി മെന്റർ നല്ലതാണ്. കാരണം നമ്മൾ പഠനം വ്യക്തമായ ട്രാക്കിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ, പഠനം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ആൻസർ റൈറ്റിംഗ് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്തുകൊണ്ട് കറക്റ്റ് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ പഠനം ഒന്നും കൂടി എന്ത് ചെയ്യും, സ്മാർട്ടായിട്ടും റെഗുലർ ആയിട്ടും കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിനുവേണ്ടി താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നത്, മറ്റുള്ള മെന്റേഴ്സ് ഒന്നും കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ KS കിട്ടിയ ആളുകളോ KS ടീച്ചേഴ്സൊക്കെ മെന്ററായിട്ട് കിട്ടുകയാണെങ്കിൽ നല്ലതാണെങ്കിൽ അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ജോയിൻ ചെയ്തുകൊണ്ടും അത് പഠിക്കാവുന്നതാണ്. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളതിന്റെ കൂടുതൽ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്തുള്ള പ്ലാനിങ്ങുകളും സ്ട്രാറ്റജികളും ഞാൻ എന്ത് ചെയ്യും വരും ദിവസങ്ങളിൽ പറയുന്നതായിരിക്കും. അപ്പൊ എല്ലാ അപ്ഡേറ്റ്സും കിട്ടാനായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ റെഗുലർ ആയിട്ട് ചാനൽ ചെക്ക് ചെയ്യുക. എന്തൊക്കെ പുതിയ വീഡിയോസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അത് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് ആളുകൾക്ക് ചോദിക്കുന്ന ഡൗട്ട്സ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അത് കഴിയുന്നത് വീഡിയോ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ചെയ്യാൻ ശ്രമിക്കും. നമ്മുടെ ഫ്രീ ക്ലാസ്സുകൾ കൂടെ സ്റ്റാർട്ട് ചെയ്യും. ഓൾറെഡി ചില ഫ്രീ ക്ലാസ് ഓൾറെഡി യൂട്യൂബിൽ നമ്മുടെ ചാനലിലും അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും ഇട്ടിട്ടുണ്ട്. മറ്റുള്ള ലൈവ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ എന്ത് ചെയ്യും, ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റുള്ള വീഡിയോസുമായിട്ടും കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ടും ഉടൻ കാണാം. അതുവരേക്കും ബൈ.